نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن ربك لبالمرصاد സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ സാഹചര്യങ്ങളിലും പരമാവധി സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഭക്തിപൂർവ്വം ജീവിക്കണമെന്ന് മുഖവരിയായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നിടത്ത് തൻ്റെ മകനുമായി ബന്ധപ്പെട്ട ഒരു സംസാരം ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മകൻ നല്ലവനായി സ്വാലിഹായ സന്താനമായി വളരാൻ നിരന്തരമായ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുന്ന ആളും അതിനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ സന്ദർഭോചിതമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാളുമായിരുന്നു. സ്നേഹപൂർവം അരികിലേക്ക് വിളിച്ചു വരുത്തി ഹൃദയത്തിൻ്റെ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുന്നത് പോലെ മകനോട് നല്ല കാര്യങ്ങൾ സദാ ഉപദേശിക്കുകയും ചീത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ ഭാഗം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാൻ എന്ന അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപദേശിക്കുന്ന കൂട്ടത്തിൽ ഒരിക്കൽ അദ്ദേഹം തൻ്റെ മകനെ വിളിച്ച് ഇപ്രകാരം പറയുന്നു: മകനെ, നിന്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ സന്ദർഭങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായി നിനക്ക് ഞാനൊരു സ്വാതന്ത്ര്യം നൽകുന്നില്ല. പലതും കൽപ്പിക്കുന്നു, പലതും വിരോധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ നിനക്കതൊരു പ്രയാസമായി
അനുഭവപ്പെടുന്നുണ്ടാകാം, അരോചകത്വമായി തോന്നുന്നുണ്ടാകാം. പിതാവിൻ്റെ നിരന്തരമായ ഇടപെടലുകൾ നിന്റെ വ്യക്തിജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുവോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടാകാം. അതുകൊണ്ട് ഇനി ഞാൻ നിന്റെ വിഷയത്തിൽ ഇടപെടുന്നില്ല. ഞാൻ നിന്നോടൊന്നും കൽപ്പിക്കാനും ഒന്നും വിരോധിക്കാനും വരുന്നില്ല. ഇദ്ഹബ് അലാ റിസ്ലിക ഫസ്ന മാ ശിഅത. നീ നിന്റെ വഴിക്ക് പോയിട്ട് നീ ഉദ്ദേശിച്ചതൊക്കെ ചെയ്തു. ഇതൊരു പരീക്ഷണത്തിന് വേണ്ടിയാണ്, അത് പിന്നീട് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത്രയും കേട്ടപ്പോൾ ഈ കുട്ടിക്ക് വല്ലാത്തൊരു ആശയ സംഘട്ടനം, അല്ലെങ്കിൽ ഒരു സംശയം. എന്താണ് എൻ്റെ പിതാവിൽ നിന്ന് ഇങ്ങനൊരു മാറ്റം? ഏറ്റവും ഹൃദ്യമായ വസിയ്യത്തിലൂടെ നന്മ പ്രേരിപ്പിക്കുകയും തിന്മയെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വാപ്പ, പിതാവ്, ഇനി എൻ്റെ വിഷയത്തിൽ ഇടപെട്ട് നിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ലെന്നും നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു കൊള്ളാം എന്നും ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം നൽകാനുള്ള കാരണം എന്താണ്? അതുകൊണ്ട് അവൻ അല്പസമയം ഒരു തറദ്ദുദിലായി, ഒരു സംശയത്തിലായി. അങ്ങനെ ഫലമ്മ വല്ല, ഇതും കേട്ടിട്ട് ആ കുട്ടി ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ ദആ, ലുഖ്മാൻ അലൈഹിസ്സലാം ഇങ്ങോട്ട് വിളിച്ചു, വിടവാ, ഒരു കാര്യം കൂടി പറയാം. ഞാൻ നിനക്ക് സർവ്വ സ്വാതന്ത്ര്യവും നൽകി, നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചു കൊള്ളാൻ പറഞ്ഞു, നിന്റെ വിഷയത്തെ ഞാൻ ഇടപെടില്ലെന്നും പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും, പ്രത്യേകിച്ച് നീ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് അള്ളാഹു കാണാനിടയില്ലാത്ത സ്ഥലത്ത് വെച്ചായിരിക്കണം. പടച്ചോൻ കാണരുത്, അള്ളാഹു അറിയരുത്. അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചേ നീ അത് ചെയ്യാവൂ. അപ്പോഴാണ് മകന് പിതാവിൻ്റെ ഉള്ളിൽ എന്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്നത്. ഇഷ്ടം പോലെ ജീവിച്ചു കൊള്ളാൻ പറഞ്ഞു, സ്വതന്ത്രനാക്കി. നന്മതിന്മകൾ ഞാൻ നിനക്ക് വിവരിച്ചു തരുന്നില്ല, ഞാൻ ഒന്നും ഇടപെടുന്നില്ല. പക്ഷെ നീ തിന്മ ചെയ്യണമെങ്കിലല്ലോ, അത് പടച്ചോൻ കാണരുത്. അള്ളാഹു അറിയാത്ത, അത്രയും സുരക്ഷിതം എന്ന് നിനക്ക് വിശ്വാസമുള്ള നിഗൂഢമായ അങ്ങനെ വല്ല സ്ഥലവും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ചെയ്യണം, റബ്ബ് കാണരുത്. അപ്പൊ ആ കുട്ടി ആലോചിക്കുകയാണ്, അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? അള്ളാഹുവിനെ വെട്ടിച്ച് ഒരു തിന്മ ചെയ്യാൻ പറ്റിയ ഒരു ഇടം പ്രപഞ്ചത്തിൽ എവിടെയാണുള്ളത്? ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ഇവിടെ ഭൂമിയിലാകട്ടെ മുകളിൽ ആകാശത്തിലാകട്ടെ അള്ളാഹുവിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത, അവനെ മറച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഇടവുമില്ല, ഒരു സ്ഥലവുമില്ല, ഒരു കാര്യവുമില്ല. എല്ലാം അവനറിയും, എല്ലാ ചലനങ്ങളും അവനറിയും, എല്ലാ കൂരിരുട്ടിന്റെ അകത്തു നടക്കുന്ന സംഗതികളും അവനറിയും. ഇത് ചരിത്രത്തിൽ പറഞ്ഞതാണ്. പക്ഷെ അതിന്റെ അനുബന്ധമായി വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് നൽകുന്ന വസിയത്ത്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മകന് നൽകുന്ന ശ്രദ്ധേയമായ വസിയത്തുകളിൽ ഒന്നാണിത്. യാ ബുനയ്യ, എന്റെ പൊന്നുമകനെ. ഇഷ്ടത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടിയാണ് ആ വിളി. അതിൽ തന്നെ ഒരു മനഃശാസ്ത്രമുണ്ട്, അത് പിന്നീട് വിശദീകരിക്കേണ്ടതാണ്. അപ്പോഴേ ആ കുഞ്ഞിന്റെ മനസ്സും പിതാവിന്റെ മനസ്സും കൂടി ഒന്നാവും. അവനെ അകറ്റുവാനോ അവനെ വെറുപ്പുളവാക്കുന്ന വിധത്തിലോ അല്ല, സ്നേഹമസൃണമായ വിധത്തിലുള്ള അഭിസംബോധനയാണ്. അതാ യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ. ഇന്നഹാ, തീർച്ചയായും നീ ചെയ്യുന്ന ഒരു തെറ്റ്,
ഇൻ തകുഫി സഹറത്തിൻ, അതൊരു പാറക്കല്ലിന് അകത്ത് വെച്ചാണെങ്കിൽ, കരിമ്പാറയുടെ ഉള്ളിലാണ്, അവിടേക്ക് ഒരു സുഷിരം പോലുമില്ല, കവാടങ്ങളൊന്നുമില്ല, വേറൊരാൾ എത്തി നോക്കാനില്ല, ആരും അറിയാനില്ല, അങ്ങനെയുള്ള ഒരു കരിമ്പാറയുടെ ഉള്ളിൽ വെച്ചാണ് നീ ഒരു തെറ്റ് ചെയ്യുന്നതെങ്കിൽ, ഔഫിസ്സമാവാത്തി, അല്ലെങ്കിൽ അനന്ത വിശാലമായ ആകാശലോകത്ത് ഏറ്റവും രഹസ്യമാണ്, നിഗൂഢമാണ്, ഇവിടെ ആരുമില്ല, ആരും ഇതറിയില്ല, ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല എന്ന് കരുതി ആകാശലോകത്ത് എവിടെയെങ്കിലും വെച്ചിട്ടാണ് നീ അത് ചെയ്യുന്നതെങ്കിൽ, ഔഫിൽ അർളി, അല്ലെങ്കിൽ ഭൂമിയിൽ ഏറ്റവും നീ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് മറ്റൊരാളുടെ ശ്രദ്ധയോ അറിവോ കണ്ണോ കേൾവിയോ വരാനിടമില്ലാത്ത അത്ര അതീവ രഹസ്യമായ ഒരു സ്ഥലത്ത് വെച്ചാണ് നീ ഒരു പരമാണുവോളം തെറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇന്നഹ ഇന്ദക്കു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, കടുകുമണിയോളം. അറബികൾക്ക് അന്ന് ഏറ്റവും ചെറുത് കടുകുമണിയെയാണ് അവർ ഉദാഹരിക്കുക. ഇന്ന് നമ്മൾ ആറ്റം എന്ന് പറയും, പരമാണു എന്ന് പറയും. അപ്പൊ പരമാണുവോളമാണെങ്കിലും ആ തെറ്റ് അള്ളാഹു കണ്ടുപിടിച്ച് അത് അവൻ കൊണ്ടുവരും, അതവൻ പരസ്യപ്പെടുത്തും, അതിന്റെ പേരിൽ വിചാരണയുണ്ടാവും. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ, അള്ളാഹു വളരെയേറെ സൂക്ഷ്മജ്ഞനും സർവജ്ഞനുമാകുന്നു. ലത്തീഫ് എന്ന് പറഞ്ഞാൽ ഓരോ കാര്യത്തിന്റെയും എല്ലാ ഭാഗങ്ങളും എല്ലാ അംശങ്ങളും കൃത്യമായിട്ട് അറിയുന്നവൻ എന്നാണ്. എന്തിനാണ് നമ്മളത് മുഖവരിയിൽ കേൾപ്പിച്ചത്? നമ്മൾ അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കി വരികയാണ്. ഇതാണ് അള്ളാഹു. നമ്മൾ ചെയ്യുന്ന ഏതൊരു തെറ്റും, ചെയ്തിട്ടുള്ള ഏതൊരു തെറ്റും അവന്റെ അടുക്കൽ ഗോപ്യമല്ല. അവനത് അറിഞ്ഞിട്ടുണ്ട്, അവനത് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ നീക്കുപോക്കുകളെയും വിചാരവികാരങ്ങളെയും അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് നിന്റെ പ്രവർത്തനങ്ങളെ, നിന്റെ രഹസ്യ പരസ്യങ്ങളെ, നിന്റെ രാപ്പകലുകളെ, നിന്റെ യാത്രകളെ, നിന്റെ നാട്ടിലുള്ള നിന്റെ താമസത്തെ, നീ എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും എങ്ങനെയായിരുന്നാലും നിന്റെ പ്രവർത്തനങ്ങളെ പതിയിരുന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹു തആല എന്ന് വിശുദ്ധ ഖുർആന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് നിന്റെ പ്രവർത്തനങ്ങളെ പതിയിരുന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മളിൽ അധിക പേർക്കും ഈ ഒരു ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, അവൻ നമ്മളെ സഹായിക്കാനുണ്ട്, അവൻ നമുക്ക് വേണ്ടി എല്ലാം ചെയ്താൻ ഓടിയെത്താനുണ്ട്, അവൻ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നല്ല കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന തിന്മയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, കൂരിരുട്ടുള്ള ഒരു രാത്രിയിൽ അതീവ രഹസ്യമായിട്ടാണ് നാം ഒരു തെറ്റ് ചെയ്യുന്നതെങ്കിൽ, ലോകത്താരും കാണുന്നില്ലെങ്കിലും എല്ലാവരും ഗാഢമായ നിദ്രയിലാണെങ്കിലും, നിന്റെ സഹപാഠികളും സുഹൃത്തുക്കളും നിന്റെ പ്രസ്ഥാനവും പള്ളിയും സംഘടനകളും ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും ആ കാര്യങ്ങൾ കൃത്യമായി പകൽ വെളിച്ചം പോലെ അറിയുകയും കാണുകയും നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന അള്ളാഹു നിന്റെ കൂടെ ഇല്ലാതെ, അവനെ അറിയാതെ, അവനെ മറച്ചു വെച്ചുകൊണ്ട് നിനക്ക് എവിടെ വെച്ചും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. യഅലമു മുതഖല്ലബകും വമഥവാകും, നിങ്ങളുടെ ചലനങ്ങളെ, നിങ്ങളുടെ യാത്രകളെ, നിങ്ങളുടെ ടൂറുകളെ, നിങ്ങൾ നാട്ടിൽ താമസിക്കുന്നതിനെ, നിങ്ങൾ ഒറ്റപ്പെടുന്നതിനെ, നിങ്ങളുടെ ഏകാന്തതയെ അല്ലാഹു തആല അറിയുന്നതാകുന്നു. ഈ ഒരു വിശ്വാസം സഹോദരന്മാരെ നമുക്ക് ശക്തിപ്പെട്ടാൽ, ഉറച്ചുണ്ടായാൽ, നമ്മൾ എന്തിനാണ് മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടുന്നതും അവർക്ക് വേണ്ടി സംസാരിക്കുന്നതും? അതുകൊണ്ടാണല്ലോ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പോലീസ് എന്നൊരു വിഭാഗമില്ലല്ലോ, രഹസ്യാന്വേഷകരില്ലല്ലോ. രഹസ്യാന്വേഷകരുണ്ട്. അതെന്താ? ശത്രുവിന്റെ നീക്കുപോക്കുകൾ അറിയുന്ന രഹസ്യാന്വേഷകർ. ഒരു വ്യക്തിയുടെ ന്യൂനതകളും
അവന്റെ കുറവുകളും അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ ഒറ്റപ്പെടലുകളും കണ്ടെത്തി പ്രവാചകന്റെ സന്നിധിയിൽ അത് വന്ന് ബോധിപ്പിക്കുവാനും പ്രവാചകനോട് ആ കേസ് ഫയൽ ചെയ്യുവാനും വേണ്ടി ഒരു ഉദ്യോഗസ്ഥന്മാരെ ഇസ്ലാമിൽ നിശ്ചയിച്ചിട്ടില്ല. ഇസ്ലാമിൽ പട്ടാളക്കാരേ ഉള്ളൂ, ഇസ്ലാമിൽ പോലീസുകാരില്ല. കാരണം എന്താ? ഓരോ വ്യക്തിയെയും അവന്റെ ഈമാനിനെയുമാണ് അല്ലാഹു തആല അവനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിള്. ഓരോ വ്യക്തിയുടെയും പ്രവർത്തനങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്ന, കൃത്യമായിട്ടറിയുന്ന, കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയില്ലാതെ അഥവാ അള്ളാഹുവിന്റെ സാന്നിധ്യമില്ലാതെ ഇവിടെ ഒരാളും ഇല്ല. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കും അങ്ങ് നമ്മൾ പകർത്തിയാൽ, ഇതങ്ങോട്ട് ബോധ്യപ്പെട്ടാൽ പിന്നെ നമുക്ക് രഹസ്യം നിറഞ്ഞൊന്നുണ്ടാവില്ല. സത്യവിശ്വാസികളുടെ ഗുണങ്ങളെ പറ്റി പറയുന്നിടത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ലൈലുഹാ കനഹാരിഹാ. എന്റെ ഉമ്മത്തിന്റെ ആദർശം, എന്റെ ഉമ്മത്തിന്റെ വിശ്വാസം, എന്റെ ഉമ്മത്തിന്റെ അഖീദ, എന്റെ ഉമ്മത്തിന്റെ മാർഗം ലൈലുഹാ കനഹാരിഹാ. അതിന്റെ രാവും പകല് പോലെ ശുഭ്രമാണ്, രാവും പകല് പോലെ പ്രകാശപൂരിതമാണ്. സത്യവിശ്വാസിക്ക് രാവൊന്ന് വേറെ പകലൊന്ന് വേറെ, സ്വകാര്യമൊന്ന് വേറെ പരസ്യമൊന്ന് വേറെ അങ്ങനെ ഉണ്ടാവുകയില്ല. ലൈസൽ മുഅ്മിനു ദൽ വജ്ഹൈനി. മുഅ്മിനിന് രണ്ട് മുഖമുണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാം. ഞാൻ ചോദിക്കുകയാണ് എൻ്റെ സഹോദരന്മാരോട്, അങ്ങനെ ഒരു വിശ്വാസം നമ്മൾക്ക് തെറ്റ് ചെയ്യുമ്പോ, തിന്മകളിൽ നമ്മൾ വ്യാപൃതമാകുമ്പോ, തിന്മകളിലേക്ക് നമ്മൾ കണ്ണു നട്ടുകൊണ്ടിരിക്കുമ്പോ, അനേക മണിക്കൂറുകൾ തിന്മയുടെ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ, അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോ, അത് നമ്മൾ കണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുമ്പോ, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ, ഇങ്ങനെ ഒരു അള്ളാഹുവിന്റെ ശ്രദ്ധയും അവന്റെ നോട്ടവും അവന്റെ പ്രത്യേകമായ നിരീക്ഷണവും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന് മറുപടി പറയേണ്ടി വരും. അത് അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടും. യൗമ തുബ്ലസ് സറായിർ. അതീവ രഹസ്യമായി നിങ്ങൾ കരുതിയിരുന്ന, ആരും കണ്ടിട്ടില്ലെന്നും അറിഞ്ഞിട്ടില്ലെന്നും നിങ്ങൾ വിചാരിച്ചിരുന്ന ആ രഹസ്യങ്ങൾ പരീക്ഷണത്തിന് വിധേയമാക്കുകയും അത് പരസ്യമായി രേഖപ്പെടുത്തപ്പെടുകയും അതിന്റെ പേരിൽ വിചാരണ നടത്തപ്പെടുകയും ചെയ്യുന്ന ദിവസം എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. പടച്ചവനെ പറ്റി, അള്ളാഹുവിനെ പറ്റി ഞാൻ വീണ്ടും ആവർത്തിക്കാണ്. അങ്ങനെ ഉണ്ടായാലേ നമ്മളെല്ലാവരും പരിശുദ്ധരാകും. പിന്നെ അബദ്ധങ്ങൾ പറ്റും, അതിന് നമ്മൾ ആ റബ്ബിനോട് തന്നെ മാപ്പും അപേക്ഷിക്കും. ഇത്രയുമായാൽ വിശ്വാസി നന്നായി. അതിന് പടച്ചവന്റെ ഈ നിരീക്ഷണത്തെ പറ്റി ബോധമുണ്ടാകണം. അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ അവൻ ദാത്തിയായിട്ട് നമ്മുടെ കൂടെ എന്നല്ല. അഥവാ നമ്മുടെ ഭാഷയിൽ പറയാണ് അവന്റെ ശരീരം നമ്മളുടെ കൂടെയാണ് എന്നല്ല. അസ്മഉ വ അറാ. നിങ്ങൾ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും ആലോചിക്കുന്നതും ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് താല്പര്യം. എല്ലാം അള്ളാഹു കാണുന്നുണ്ട്, എല്ലാം അള്ളാഹു കേൾക്കുന്നുണ്ട്. അത് കച്ചവട രംഗത്താകട്ടെ, ജീവിത രംഗത്താകട്ടെ, സ്വകാര്യ രംഗത്താകട്ടെ, ധാർമ്മിക രംഗത്താകട്ടെ, സാമ്പത്തിക രംഗത്താകട്ടെ, മറ്റേതു സന്ദർഭങ്ങളിലാകട്ടെ, നമ്മുടെ ഓരോ ചലനവും ഓരോ നിമിഷാർദ്ധവും അല്ലാഹു തആല അറിഞ്ഞുകൊണ്ടല്ലാതെ, അവൻ കണ്ടുകൊണ്ടല്ലാതെ, അവന്റെ നിരീക്ഷണത്തിന് വിധേയമായി കൊണ്ടല്ലാതെ, അത് രേഖപ്പെടുത്തുവാൻ വേണ്ടി ആളുകളെ ഏൽപ്പിച്ചുകൊണ്ടല്ലാതെ, അത് നമ്മളോട് പ്രത്യേകമായി പരലോകത്ത് എടുത്ത് പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടല്ലാതെ, അത് നമ്മെ കൊണ്ട് സമ്മതിപ്പിച്ചുകൊണ്ടല്ലാതെ നമ്മളെ അല്ലാഹു തആല വെറുതെ വിടുകയോ അല്ലാഹു തആല നമ്മളെ ശിക്ഷിക്കുകയോ ഇല്ല. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ട് നിന്റെ രഹസ്യ പരസ്യങ്ങളെ എഴുതി രേഖപ്പെടുത്തുന്ന മലക്കുകൾ, അത് എഴുതി രേഖപ്പെടുത്തുന്ന സന്ദർഭം, അവരത് രേഖയിലാക്കുന്ന സന്ദർഭം നീ ചിന്തിക്കേണ്ടതാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ. ഒരാളും ഒരു വാക്കും പറയുകയില്ല.
ഒരാളും ഒരു വാക്കും പ്രവർത്തിക്കുകയില്ല, ഒരാളും ഒരു വാക്കും ഒരു കാര്യവും ചിന്തിക്കുകയില്ല, ഒരാളും ഒരു കാര്യവും തീരുമാനമെടുക്കുകയില്ല. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അതീവ നിരീക്ഷകനായ അതിസൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിന്റെ സാന്നിധ്യമില്ലാതെ. നമ്മളൊക്കെ നല്ല അഭിമാനത്തോടു കൂടി ജീവിക്കാം, വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാം. എല്ലാം അല്ലാഹു തആല അറിയുന്നുണ്ട്, എല്ലാം അവൻ കേൾക്കുന്നുണ്ട്, എല്ലാം അവൻ രേഖപ്പെടുത്തുന്നുണ്ട്. ആ അള്ളാഹുവിന്റെ അത്തരത്തിലുള്ള സാന്നിധ്യത്തെ പറ്റിയുള്ള കൃത്യമായ ശുദ്ധമായ ബോധമാണ് നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കിയെടുക്കുക, ജീവിതത്തെ പരിശുദ്ധമാക്കുക, ജീവിതത്തെ തിന്മകളിൽ നിന്ന് മാറ്റിയെടുക്കുക. ഈ വിശ്വാസമാണ് എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, എന്റെ പ്രവർത്തനങ്ങളെ അവൻ നിരീക്ഷിക്കുന്നുണ്ട്, അവൻ അത് കാണുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് പലതും അവർ മറച്ചു വെക്കുന്നു, അവര് രഹസ്യമാക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാൻ, ഒന്നും ഖഫിയാക്കാൻ അവർക്ക് സാധ്യമല്ല. വിചാരണ ഏതടിസ്ഥാനത്തിലാ? ആളുകളുടെ നിഗമനങ്ങൾക്കനുസരിച്ചാണോ? എന്റെ മനസ്സിലുള്ള കാര്യം എന്തായിരുന്നു, വിചാരം എന്തായിരുന്നു, വികാരം എന്തായിരുന്നു എന്ന്, എന്റെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളായിരുന്നു ഓടി മറഞ്ഞുകൊണ്ടിരുന്നത് എന്ന്, ഏതെല്ലാം ചിന്തകൾക്കനുസരിച്ചാണ് ഞാൻ പ്ലാനുകളും പദ്ധതികളും ആവിഷ്കരിച്ചത് എന്ന്, ഏതൊക്കെയാണ് ഞാൻ നടപ്പിലാക്കിയത് എന്ന് അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യാതിർത്തിയിലൂടെ നടന്നു പോകുമ്പോ സംഭവിച്ചൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അനേക ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാലനോട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അദ്ദേഹം വേഷപ്രച്ഛന്നനാണ്. വേഷപ്രച്ഛന്നൻ എന്ന് പറഞ്ഞുകൂടാ, ഭരണാധികാരിയുടെ യാതൊരു തരത്തിലുള്ള അടയാളങ്ങളുമില്ല. പഴയകാല ഭരണാധികാരികൾ സാധാരണക്കാരനാണെന്ന് മാത്രമല്ല, സാധാരണക്കാർക്ക് സേവനം ചെയ്യുന്ന ആളുകളാണ്. സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ഒരു സമുദായത്തിന്റെ നേതാവ് അവർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കേണ്ട ആളാണ് എന്ന ഇസ്ലാമിന്റെ തത്വാടിസ്ഥാനത്തിലുള്ള ജീവിതമാണ് അവരുടേത്. അതുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അനേക ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്ന ആട്ടിടയന് മനസ്സിലായിട്ടില്ല, ഇത് അമീറുൽ മുഅ്മിനീനാണ്, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. എങ്കിലും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ ഒന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി പറയുകയാണ്, ബിഅനി വാഹിദൻ വഅതീക ദറാഹിമ. ഓ കുട്ടി അവിടെ നിൽക്കുക, ഈ ആട്ടിൻപറ്റങ്ങളിൽ നിന്ന് ഒരെണ്ണത്തെ നീ എനിക്ക് വിൽക്ക്, എനിക്കതാ, ഞാൻ നിനക്കതിന് പൈസ തരാം. ഒരുപാട് ആടുണ്ടല്ലോ, അപ്പൊ എനിക്കൊരാട് വേണം, അതിന് ഒന്നിനെ എനിക്ക് തരണമെന്ന്. അപ്പൊ ആ കുട്ടി പറയാണ്, അതിനെനിക്കത് തരാൻ പറ്റില്ലല്ലോ, ഞാൻ ഈ ആടിനെ മേക്കുന്ന ആട്ടിടയൻ മാത്രമാണ്, ഇതിന്റെ മുതലാളി വേറെയാണ്, ഇതിന്റെ യജമാനൻ ഉടമസ്ഥൻ വേറെയാണ്, അയാൾ അറിയാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരെണ്ണത്തെ തരാൻ എനിക്ക് സാധ്യമല്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പരീക്ഷണത്തിന് വേണ്ടിയാണല്ലോ ആ കുട്ടിയോട് ചോദിച്ചു, കുട്ടി, ഇത്രയും ആട്ടിൻപറ്റങ്ങൾ കൂട്ടങ്ങൾ ഉണ്ടായിരിക്കെ അതിൽ നിന്ന് ഒരെണ്ണത്തെ എനിക്ക് നൽകിയാൽ നിന്റെ യജമാനൻ എങ്ങനെ അതറിയാനാ? ഇത്ര കൂടുതൽ ആടുകൾ ഉണ്ടായിരിക്കെ ഇത്ര കൃത്യമായിട്ട് അദ്ദേഹം എണ്ണൊക്കെ നോക്കി വെച്ചിട്ടുണ്ടാവുമോ? നിനക്കത് വിൽക്കുകയും ചെയ്യാം, അതിന്റെ പണം നിനക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം, നിന്റെ യജമാനൻ തൊട്ട് അറിയാനും പോകുന്നില്ല. ഞാൻ അഥവാ ഒരെണ്ണ കുറഞ്ഞതായിട്ട് യജമാനൻ അറിയാണെങ്കിൽ അതിനെ ചെന്നായ പിടിച്ചു തിന്നു എന്ന് പറഞ്ഞാൽ മതി. കാട്ടിൽ ആടുകളെ ചെന്നായ പിടിക്കൽ സർവ്വസാധാരണയല്ലേ. ആ സമയത്ത് ആ കുട്ടി ഫസക്കത്ത യസീറൻ, അല്പസമയം ഇങ്ങനെ മിണ്ടാതെ നിന്നു. ഫഖാല, എന്നിട്ട് ആ കുട്ടി പറയാണ്, ഫമാദാ അഖൂലു ലില്ലാഹ്, അപ്പോൾ ഞാൻ അള്ളാഹുവിനോട് എന്താണ് മറുപടി പറയുക? ഏതപ്പോ ഈ കുട്ടി? നമ്മുടെ ഒന്നും കുട്ടികൾ മദ്രസ പഠിച്ച കുട്ടിയൊന്നുമല്ല, കേവലം ആടുകളെ മേക്കുന്ന കുട്ടിയാണ്, ആട്ടിടയനാണ്, 15 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടിയാണ്. അപ്പൊ ഈ ഒരെണ്ണത്തെ വിറ്റാൽ അതിന്റെ പണം അവൻ ഉപയോഗിക്കാൻ യജമാനൻ അറിയില്ല, അതിനുള്ള വളവും യുക്തിയും ഒക്കെ ഇദ്ദേഹം ചോദിക്കുന്ന ആൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ കുട്ടിയുടെ മറുപടി ഫമാദാ അഖൂലു ലില്ലാഹ്, അപ്പോൾ ഞാൻ അള്ളാഹുവിനോട് എന്താണ് മറുപടി പറയുക? നമ്മുടെ മക്കൾ അങ്ങനെയുള്ളവരാണോ? നമ്മൾ മക്കൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ആ മക്കളെ നമുക്ക് എവിടേക്കും വിടാം, ഏത് ബാംഗ്ലൂരിലേക്കും വിടാം, ഏത് ബോംബെയിലേക്കും വിടാം,
ഏത് വിദേശ രാജ്യത്തേക്കും വിടാം, ഏത് പാശ്ചാത്യ രാജ്യത്തേക്കും നമുക്ക് പറഞ്ഞയക്കാം. അങ്ങനെയുള്ള മക്കളാണ്. അങ്ങനെയുള്ള മക്കളാണെങ്കിൽ ആ ഭക്തിയും ആ വിശ്വാസവും നമ്മളിൽ അവരെക്കാൾ 100% ഉണ്ടാകണം. അപ്പോഴേ അതിന്റെ ഒരു ശതമാനം ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്കുണ്ടാവുകയുള്ളൂ. നമ്മളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു വിചാരമുണ്ടോ, ഒരു വിശ്വാസമുണ്ടോ? പണം കിട്ടുന്ന സ്ഥലത്ത് അള്ളാഹുവിനോട് ഞാൻ എന്ത് മറുപടി പറയും എന്ന് ആ കേവലം ആട്ടിടയൻ പറഞ്ഞ മറുപടി അതെങ്കിലും പറയാൻ നമുക്ക് സാധിക്കുമോ? ഫസുറദാലിക ഉമറാൻ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആ കുട്ടിയുടെ ആ മറുപടി സന്തോഷിപ്പിച്ചു. മാത്രമല്ല ആ കുട്ടി ഒരു അടിമക്കുട്ടിയായിരുന്നു. ആ അടിമക്കുട്ടിയെ അവന്റെ യജമാനനെ കണ്ട് അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു. എന്നിട്ട് മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് പറയുകയാണ്, മോനെ, നിന്നെ ഞാൻ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു, നിന്നെ സ്വതന്ത്രനാക്കാനുള്ള കാരണം നീ എന്നോട് പറഞ്ഞില്ലേ, ഫമാദാ അഖൂലു ലില്ലാഹ്, അപ്പോൾ ഞാൻ അള്ളാഹുവിനോട് എന്താണ് മറുപടി പറയുക? ആ വാക്കാണ് നിന്നെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത്. അതേ വാക്ക് നിന്നെ നാളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനും കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കുട്ടിയോട് പറയാം. അങ്ങനെയുള്ളൊരു വിശ്വാസം, പടച്ചവന്റെ ഈ സാന്നിധ്യത്തെപ്പറ്റി, അള്ളാഹുവിന്റെ ഈ നിരീക്ഷണത്തെപ്പറ്റി, നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനടുക്ക് ഭൗതികമായ അതിപ്രസരണങ്ങൾക്കിടയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദൃഢമായ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. സാന്ദർഭികമായിട്ട് ഞാൻ പറയാം, നഷ്ടപ്പെട്ടിരിക്കാം. മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന്റെ രാജ്ഞി, അദ്ദേഹത്തെ വില കൊടുത്തു വാങ്ങിയ രാജാവിന്റെ ഭാര്യ, രാജാവിന്റെ അഭാവത്തിൽ വീട്ടിൽ വെച്ചുകൊണ്ട് വഗല്ലഖത്തിൽ അബ്വാബ, വാതിൽ കൊട്ടിയടച്ചുകൊണ്ട് വക്കാലത്ത് അവർ പറയാണ്, ഹൈത്തലക്ക, സുന്ദരനായ സുമുഖനായ ചെറുപ്പക്കാരനായ യുവാവായ യൂസുഫേ, ഈ മെത്തയിലേക്ക്, ഈ ബെഡിലേക്ക് താങ്കൾ വരിക. യജമാനൻ ഇവിടെയില്ല. ഈ രാജകൊട്ടാരത്തിൽ നിന്റെ അനുമതിയില്ലാതെ ആരും പ്രവേശിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ഈ ദിവസം അല്ലെങ്കിൽ ഈ സന്ദർഭം അനുകൂലമാക്കാം, സന്തോഷഭരിതമാക്കാം, ആഹ്ലാദഭരിതമാക്കാം. ഫഖാല മആദല്ലാഹ്, മഹാനായ യൂസുഫ് അലൈഹിസ്സലാം പറയുകയാണ്, പെണ്ണെ, അള്ളാഹുവിൽ ഞാൻ അഭയം തേടുകയാണ്. അതെങ്ങനെ പറയാൻ സാധിച്ചു? ആ വിശ്വാസമാണ്. വാതിൽ കടക്കപ്പെട്ടു രാജകൊട്ടാരമാണ്. ആ രാജകൊട്ടാരത്തിലേക്ക് ഒരാൾ കടന്നു വരണമെങ്കിൽ രാജ്ഞിയുടെ കൽപ്പനയും നിർദ്ദേശവും അനുമതിയില്ലാതെ സാധ്യമല്ല. അങ്ങനെയുള്ള ഏറ്റവും രഹസ്യമായ, ആരാരും മൂന്നാമതൊരാൾ അറിയാൻ സാധ്യതയില്ലാത്ത അനുകൂലമായ ഒരു സാഹചര്യത്തിൽ സൗന്ദര്യവും ആരോഗ്യവും തുടിച്ചു നിൽക്കുന്ന മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിനെ ആ സ്ത്രീ അവളുടെ താല്പര്യത്തിന് വേണ്ടി അവളുടെ മെത്തയിലേക്ക് വിളിച്ചപ്പോൾ ഫഖാല മആദല്ലാഹ്, അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു, ആ റബ്ബിൽ ഞാൻ ശരണം തേടുന്നു, നിന്റെ ശല്യത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടി ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞത്. എന്റെ കാരണം, ആ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ആ നിഗൂഢതകളെ ഭേദിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു ഇതറിയുന്നുണ്ട്, കാണുന്നുണ്ട്, ലോകത്താരും അറിഞ്ഞില്ലെങ്കിലും എന്ന മഹാനായ യാക്കൂബ് നബി യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചെറുപ്പകാലമാണെങ്കിലും റിസാലത്ത് ലഭിച്ചിട്ടില്ലെങ്കിലും ആ വിശ്വാസം. മഹദി മറിയം റളിയല്ലാഹു അൻഹ കുളിച്ചൊരുങ്ങി അതീവ സൗന്ദര്യത്തോടെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു വരികയാണ്. അത് അടിച്ചുകോരി വൃത്തിയാക്കുന്നതിന് വേണ്ടി പള്ളിയുടെ തൊട്ടടുത്തുള്ള ആ കുളിപ്പുരയിൽ നിന്ന് കുളിച്ചൊരുങ്ങി അതീവ സൗന്ദര്യത്തോടു കൂടി വരുമ്പോ ആരോഗ്യവും സൗന്ദര്യവുമുള്ള ഒരു പുരുഷൻ അവിടെ അതാ പ്രത്യക്ഷപ്പെടുകയാണ്. അവിടെ ആരുമില്ല. സംരക്ഷകനായ യാക്കൂബിന് സക്കരിയ നബി അലൈഹിസ്സലാം പുറമേക്ക് പോയിരിക്കുകയാണ്. നമസ്കാര വേളയല്ലാത്തത് കൊണ്ട്, പ്രാർത്ഥന വേളയല്ലാത്തത് കൊണ്ട് മറ്റൊരാൾ അവിടേക്ക് കടന്നു വരാൻ സാധ്യതയില്ല. അത്തരത്തിലുള്ളൊരു സന്ദർഭവുമല്ല. മറിയം റളിയല്ലാഹു അൻഹ ഒറ്റപ്പെട്ട സമയം അവരുടെ മുമ്പിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ ആരോഗ്യത്തോടെ സൗന്ദര്യത്തോടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ,
പരമകാരുണ്യകനായ അള്ളാഹുവിനെ മുൻനിർത്തി മനുഷ്യ, നിങ്ങളുടെ ശല്യത്തിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു, ഇവിടെ വിട്ടുപോകണമേ. അതെങ്ങനെ പറയാൻ സാധിച്ചത്? എന്തുകൊണ്ടാണ്? അനുകൂല സാഹചര്യമാണ്. ആരും കാണില്ല, ആരും അറിയില്ല. നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടക്കുന്ന സംഗതികളാണ്. പ്രത്യേകിച്ച് ഈ ഗൾഫ് നാട്, ഗൾഫിലേക്ക് നമ്മുടെ സഹോദരന്മാർ പോയതോടുകൂടി അവരുടെ അഭാവത്തിൽ അവരെ ചതിക്കുകയും അവരെ വഞ്ചിക്കുകയും തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ധാരാളക്കണക്കിന് സഹോദരിമാരുണ്ടാകുമ്പോൾ വിശ്വാസിനികൾക്ക് മാതൃകയായി അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മറിയം റളിയല്ലാഹു അൻഹ അനുകൂലമായ സാഹചര്യത്തിൽ സുന്ദരനായ മലക്കാണെന്ന് അവർക്കറിയില്ല, മനുഷ്യരൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടു. ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാൻ, സൗന്ദര്യമുള്ള എല്ലാം ഒത്തിണങ്ങിയ ഒരു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ ഫഖാലത് ഇന്നി അഊദു ബിർറഹ്മാൻ, പരമകാരുണ്യകനായ അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് രക്ഷ തേടുന്നു, ഇവിടെ വിട്ടു പോകണം എന്ന്. ആ കഴിവാണ്, ആ വിശ്വാസമാണ്, അള്ളാഹുവിന്റെ ആ സാന്നിധ്യത്തെ പറ്റിയുള്ള ബോധമാണ് നമ്മുടെ ജീവിതത്തെ കളങ്കരഹിതമാക്കുക, നമ്മുടെ രാവിനെ പകല് പോലെയാക്കുക, നമ്മുടെ സ്വകാര്യതയെ പരസ്യം പോലെയാക്കുക, നമ്മുടെ യാത്രകളെ നമ്മൾ നാട്ടിൽ താമസിക്കുന്നത് പോലെയാക്കുക. ഏതാണ്? നമ്മുടെ രക്ഷിതാവിനെ പറ്റിയുള്ള, അവനെന്റെ കൂടെയുണ്ട് എന്ന, അവനെന്റെ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും നോട്ടങ്ങളെയും നിരീക്ഷിക്കുന്നുണ്ട് എന്ന, അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ വിചാരണ ചെയ്യുമെന്ന ആ വിശ്വാസം നമ്മളിൽ അധിക പേർക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് ജീവിതത്തിന്റെ സകല മേഖലകളിലും അല്ലെങ്കിൽ അധിക മേഖലകളിലും അവന് നമ്മൾ പരിഗണന നൽകുന്നില്ല, അവന്റെ ഈ സാന്നിധ്യത്തെ നമ്മൾ ഭയപ്പെടുന്നില്ല എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതൊന്നുകൂടി പറയാണ്. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പ്രകാരം, അള്ളാഹുവിനെ അറിയേണ്ട പ്രകാരം അവരറിഞ്ഞിട്ടില്ല എന്ന് ബഹുദൈവ ആരാധകരെ പറ്റി പറഞ്ഞത് നമ്മളെപ്പറ്റി പറയാൻ, നമ്മളെപ്പറ്റി ആക്ഷേപിക്കാൻ, നമ്മളെപ്പറ്റി കുറ്റപ്പെടുത്താൻ, ആ ആക്ഷേപിക്കപ്പെട്ട വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകുമോ എന്ന് ഭയപ്പെടാനുള്ള സമയമായിരിക്കുന്നു സഹോദരങ്ങളെ. ഞാൻ തമാശ പറയല്ല, വെറുതെ പറയല്ല, ശരിയല്ലേ അത്? നമ്മളൊക്കെ അവനവനിലേക്ക് ചുരുങ്ങുമ്പോ നമ്മൾ ആരാണ് എന്ന് അപ്പോഴാണ് ബോധ്യപ്പെടുക. ഞാൻ ഇവിടെ നിൽക്കുമ്പോഴുള്ള മുഖമല്ല ഞാനായിട്ട് മാറുമ്പോ, ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരും അവരല്ല, അവരവരിലേക്ക് അവർ ഒറ്റപ്പെട്ടു പോകുമ്പോ അതാണ് പ്രശ്നം. അതാണ് പ്രവാചകൻ പറഞ്ഞത്, ലൈസൽ മുഅ്മിനു ദുൽ വജ്ഹൈനി, മുഅ്മിനിന് രണ്ട് മുഖമുണ്ടാവില്ല. എനിക്ക് രണ്ട് മുഖമാണ്, പ്രബോധകന്മാർക്ക് രണ്ട് മുഖമാണ്, പ്രബോധിതന്മാർക്ക് രണ്ട് മുഖമാണ്, സംഘടനാ നേതാക്കന്മാർക്ക് രണ്ട് മുഖമാണ്, സാധാരണക്കാർക്ക് രണ്ട് മുഖമാണ്, സകല ആളുകൾക്കും രണ്ട് മുഖമാണ്. രണ്ട് മുഖമുള്ള മുനാഫിഖ്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. ബഹുദൈവ ആരാധകനേക്കാൾ, ദൈവനിഷേധിയേക്കാൾ കഠോരമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക വിശ്വസിച്ചിട്ടുണ്ടെന്ന് പറയുകയും വിശ്വാസത്തിനനുസൃതമായി ജീവിക്കുകയും ചെയ്യാത്ത കപട വിശ്വാസികളാണ്. അതിൽ നമ്മൾ പെട്ടുപോകുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.